ഹലോ, എല്ലാവർക്കും പ്രീ മാർക്കറ്റ് സെക്ഷനിലേക്ക് സ്വാഗതം ട്ടോ. നമുക്ക് ജസ്റ്റ് നമ്മുടെ മാർക്കറ്റിനൊന്ന് അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിനെന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെച്ചെങ്കിൽ എല്ലാവരും ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഗ്ലോബൽ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സിനാരിയോയിലാണ് നിൽക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി അതുപോലെ അമേരിക്കൻ മാർക്കറ്റും ഒക്കെ നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. നിക്കിഗായി മാത്രമാണ് അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റും മൂവ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഓൾറെഡി യൂറോപ്യൻ മാർക്കറ്റ് ഇതൊക്കെ പോസിറ്റീവിലാണ് നിന്നിരുന്നത്. പക്ഷെ നമ്മുടെ മാർക്കറ്റ് അതിനനുസരിച്ച് മൂവിങ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇന്നലെയൊക്കെ ഇപ്പോൾ ഡോ ജോൺസ് ഒക്കെ പോസിറ്റീവിലാണ് നിന്നിരുന്നത്. പക്ഷെ നമ്മുടെ മാർക്കറ്റ് അതിനനുസരിച്ച് മൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു 30% ഒക്കെ എടുത്താൽ മതി. 70% നമ്മുടെ മാർക്കറ്റിലെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ് നടക്കാട്ടെ. ഇപ്പം ഇതിപ്പോൾ ഞാൻ നൈറ്റിൽ ഒരു 9 മണിക്കാണ് ഇത് അനലൈസ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ മോർണിംഗ് നമ്മളിലേക്ക് മാറി മറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊരു 30% എടുത്താൽ മതി. ഇത് വെച്ചിട്ട് നമുക്ക് നാളെ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ അനലൈസ് ചെയ്താണ് ഇപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടിലേക്കും കാര്യങ്ങൾക്ക് എല്ലാവരും പോയിണ്ടാവുക പോസിറ്റീവ്നെസ് കണ്ടിട്ട്. ഓക്കെ, നമുക്കിനി നിഫ്റ്റിയിലെ കാര്യങ്ങൾ നോക്കാട്ടോ. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം നോക്കാം. നമുക്ക് NSEയിലെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. അതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ അനലൈസിങ്ങിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ടെന്നുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ ഫ്ലാറ്റ് ആവാനാണ് ഒരു പോസിബിലിറ്റി ഈ സിനാരിയോ വെച്ചിട്ട് കേട്ടോ. അത് നമുക്ക് പറയാൻ പറ്റില്ല. മാർക്കറ്റിൻ്റെ മുകളിലേക്ക് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് മാത്രം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കോൺട്രാക്റ്റുകളൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ റെസിസ്റ്റൻസും സപ്പോർട്ടും ഇതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. കോൾ ഓപ്ഷൻ സൈഡിൽ 23,300 ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. 23,400, 23,600, 24,000, 23,500 ഈ കോൺട്രാക്റ്റുകളൊക്കെയാണ് മെയിനായി നിൽക്കുന്നത്. അപ്പോൾ ഇത് 23,400 അതുപോലെ 500 കടമ്പ ഉണ്ട് എന്നാണ് അത് കാണിക്കണത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 23,500 തന്നെയാണ്. 500 കയറി നിന്നാലാണ് മാർക്കറ്റിന് അടുത്ത അപ്പ് മൂവ്മെന്റിനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, പുട്ട് ഓപ്ഷനിൽ 23,400, 23,300, 200, 250, അതായത് 400ലേക്കൊക്കെ പുട്ട് ഓപ്ഷൻ ബിൽഡിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 23,300, 23,400 മാർക്കറ്റിന് ഒരു സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 23,250 ഈ റേഞ്ചിലൊക്കെ മാർക്കറ്റിന് സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം, ഈ റേഞ്ചുകളിൽ കേട്ടോ. ഓക്കെ, നമുക്ക് BSE നോക്കാം. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറിയിലെ സെൻസെക്സ് എക്സ്പയറിയിൽ 75,000 കോൾ ഓപ്ഷൻ നല്ല ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നതൊക്കെ 74,500 കോൾ ഓപ്ഷനും കാണിക്കുന്നുണ്ട്. 500 ഒരു കടമ്പ തന്നെയാണ്. 500 കടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ 74,000 പുട്ട് ഓപ്ഷൻ, പിന്നെ 73,500, 73,000. അപ്പോൾ 74,000 എന്നുള്ള പുട്ട് ഓപ്ഷനിൽ ഒരു സപ്പോർട്ട് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ 74,100 ഒരു സപ്പോർട്ട് നമുക്കിതിൽ ഈ കണക്ക് വെച്ചിട്ട് നമുക്ക് ചാർട്ടിൽ നമുക്ക് അനലൈസ് ചെയ്യാം കേട്ടോ. നമുക്ക് പ്രതീക്ഷിക്കാം. നിഫ്റ്റിയുടെ കാര്യം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 400 മെയിനായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ 350 ഈ റേഞ്ചൊക്കെയാണ് മെയിൻ സപ്പോർട്ട് വരിക കേട്ടോ. ഇതിൽ ഈ റേഞ്ചിൽ 330, 320, ഈ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇനി അതായത് ഫ്ലാറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റീവിലൊക്കെ തുറന്നാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് അപ്പിന് മൂവ്മെന്റ് ഉള്ളൂ കേട്ടോ. ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും
ഡൗണിലേക്ക് പോകും. അപ്പോൾ അത് കെയർ ആവണം. ഇവിടെ നിന്നിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നീട് സ്റ്റെപ്പ് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,300 വരെ പോസിറ്റീവ് ന്യൂസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 കയറി നിൽക്കണം. 500 കയറി നിൽക്കണം. അപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള ഇതിനെ ഇന്ന് ബ്രേക്ക് ചെയ്തതിനെ ഏകദേശം കവർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് കവർ ഇതിനേറ്റ് താഴെ പോയി കഴിഞ്ഞാൽ ഇത് ഇനി റിസ്ക് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെഗറ്റിവിറ്റി തന്നെയാണ് കാണുന്നത്. അപ്പോൾ നെഗറ്റിവിറ്റിക്ക് പ്ലാൻ ചെയ്യുക, പുട്ട് ഓപ്ഷൻ സൈഡിലേക്ക് പ്ലാൻ ചെയ്യുക. ഇതെല്ലാം മാർക്കറ്റ് അപ്പ് കയറി 500 നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ വീക്കിലത്തെ കാര്യം മാത്രം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീക്കിൽ 600ലേക്കാണ് പിന്നെ വരേണ്ടത്. 600 കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ റേഞ്ചിലേക്ക് എത്തണം. ഇത് കഴിഞ്ഞാലാണ് മാർക്കറ്റിന് വീണ്ടും അന്ന് യുദ്ധം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള പോസിറ്റീവ്നെസ്സിനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കാണാനുള്ള കേട്ടോ. അപ്പോൾ നിഫ്റ്റിനെ വീക്കിലേക്ക് പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. നാളത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് 500 കയറി നിൽക്കണം. ഓക്കെ, 500 കയറി നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നാളെ ഇപ്പം നമുക്കിപ്പോൾ ഒരു 350, 450, 550, 600 വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 150-200 പോയിന്റ് ഒക്കെ പ്രതീക്ഷിക്കാം. എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വന്നാൽ കേട്ടോ. മാർക്കറ്റിൻ്റെ ഒരു സിനാരി എന്താണെന്ന് അറിയും. ന്യൂസിനെ ഇതിനെ അനുസരിച്ച് പോകാൻ പോലെ ഒരു സെറ്റപ്പിൽ നിൽക്കണത്. നെഗറ്റീവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഡൗണും, പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഈക്വൽ സെറ്റപ്പിലാണ് നിൽക്കുന്നത്. പിന്നെ നാളെ ആ ന്യൂസ് അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻ അതിനനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യണ അവരുടെ ഇമോഷൻ അതിനനുസരിച്ചാണ് മാർക്കറ്റിന്റെ ഫർദർ മൂവ്മെന്റ് ഉണ്ടാവട്ടെ. അത് ഡൗൺ ആണോ അപ്പ് ആണോ എന്നുള്ളത് നമ്മുടെ ന്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ ഇന്നത്തെ മൂവ്മെന്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോസിറ്റീവ്നെസ് കണ്ടിട്ടാണ്. അതായത് ഗ്ലോബലി കുറച്ച് ദിവസമായിട്ട് നല്ല പോസിറ്റീവ്നെസ്സാണ്. അതിൻ്റെ ഒരു മൂവ്മെന്റം പോലും നമ്മുടെ മാർക്കറ്റിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് കാരണം കൊണ്ടാണ് മാർക്കറ്റ്, അതായത് എല്ലാവരെയും ഒരു വ്യൂ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ എല്ലാതും അപ്പ് സൈഡിലേക്ക് ആയ കാരണം കൊണ്ടാണ്. അപ്പ് സൈഡിലേക്ക് ആണെന്ന് മാത്രമല്ല, ഷെയറിലൊന്നും അതിൻ്റെ ഇത് വരുന്നില്ല. കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് ഈ ഇൻഡെക്സുകളിലാണ്. ഇൻഡെക്സുകളിലും ഷെയറിൻ്റെ ഓപ്ഷനുകളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ മെയിനായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ബൈങ്ങാണ് കേട്ടോ. 15,000 കോടിക്ക് ബൈങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് നമുക്ക് നാളെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നലെ 18,000 കോടിയിലാണ്, 1-ാം തീയതി 7,000 കോടിയുടെ ബൈങ്ങാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റം ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റോക്ക് ഫ്യൂച്ചറിൽ മൈനസാണ്, സ്റ്റോക്ക് ഓപ്ഷനിൽ പോസിറ്റീവാണ്, ഫ്യൂച്ചറിലും നെഗറ്റീവാണ്. ഫ്യൂച്ചർ ഹീറ്റ് മാപ്പ് ഏകദേശം 50-50 നെഗറ്റിവിറ്റിയാണ് കൂടുതൽ എന്തായാലും. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് 23,500 സ്ട്രഗിൾ തന്നെയാണ്. 23,500 കവർ ചെയ്യുന്ന പറഞ്ഞാൽ 23,400 അതുപോലെ തന്നെ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. 23,350, 23,300 ഇതൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ ഇപ്പം നിൽക്കണത് നമ്മളെ മാർക്കറ്റിന്റെ കണ്ടീഷൻ വെച്ചിട്ട്. ഓക്കെ, 23,600 വരെ വേണമെങ്കിൽ പോകാവുന്ന ഒരു പോസിബിലിറ്റി ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേഞ്ചും ഓക്കെ, അവസാന സമയത്തുണ്ടായ ഒരു ഇതിന്റെ എക്സ്പ്രഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നാളെ നോക്കിയിട്ട് പറയാം. അതായത് 50-50 ചാൻസ് ആണ്. എന്നാലും മാർക്കറ്റിനെ പുഷ് ചെയ്തിട്ട് മുകളിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സെൻസസിന് നോക്കുക. സെൻസസിന്റെ സപ്പോർട്ടുകൾ കേട്ടോ. മെയിനായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 105. ഇത് 74-100 താഴെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് കിട്ടാം. നമുക്ക് പോസിറ്റീവ്നെസ് എന്തെങ്കിലും ചാൻസ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 500 മുകളിൽ കയറി നിൽക്കണം. ഓക്കെ, 500 ഈ റേഞ്ചിൽ നിൽക്കണം. റേഞ്ച് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പോസിബിലിറ്റി 74,100 എന്നുള്ള ഇതിൽ 1,000 പോയിന്റ് മൂവ്മെന്റ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉണ്ടായ ഒരു കണക്ക് വെച്ചിട്ട്
500 പോയിന്റ് 74,500 73,500 എന്നുള്ള 1,000 ഇത് നിഫ്റ്റിയിൽ ഉണ്ടാവണ ചെറിയൊരു സിനാരിയോ ഉണ്ടാകും. അതിനുശേഷം അതിനെ ഫില്ല് ചെയ്തു. അപ്പൊ അതേപോലെ നാളെ ചിലപ്പോ എന്തെങ്കിലും നല്ല ന്യൂസ്, പോസിറ്റീവ് ന്യൂസ് ഉണ്ടാവണം കേട്ടോ. ഉണ്ടായി കഴിഞ്ഞാൽ 75,200 ഈ റേഞ്ചിൽ തന്നെ തിരിച്ച് മാർക്കറ്റിന് പോകാവുന്നുള്ളൂ കേട്ടോ. നമുക്ക് 75,000 ബ്രേക്ക് ചെയ്തിട്ട് ഇതുവരെ ലാസ്റ്റ് മൂവ്മെന്റിൽ വേണമെങ്കിൽ എത്താം. അതായത് സക്സസ് ആയ കാരണം എങ്ങോട്ട് വേണമെങ്കിൽ പോവും. ഇങ്ങനെ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞെടുത്താം. ഇനി നമുക്കൊന്ന് സ്ട്രൈക്കുകളൊന്ന് നോക്കി നോക്കാം. 74,400 പുട്ട് ഓപ്ഷൻ കണ്ടില്ലേ? ഇന്നത്തെ മൂവ്മെന്റ് കണ്ടില്ലേ? ഇന്നലെ ഉണ്ടായിരുന്നിടത്തുനിന്ന് ഒരൊറ്റ ഇതിൽ മൂവ് ചെയ്തുള്ളത് ഏകദേശം 700 പോയിന്റ് മൂവ് ചെയ്തു. അതായത് 150 750 പോയിന്റ് ഒക്കെ മൂവ് ചെയ്തിട്ട് അതിനുശേഷം അതേ ഷാർപ്പായിട്ട് പാളി നിൽക്കണം. അപ്പൊ ഇപ്പൊ ഇനി പുട്ട് ഓപ്ഷന് ചാൻസ് എന്താണെന്ന് വെച്ചെങ്കിലേ 350 എങ്കിലും കയറി നിൽക്കണം കേട്ടോ. അപ്പൊ അത് കെയർ ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്തോ. ഓക്കെ. പിന്നെ ഒരു തടസ്സമുള്ളത് ഇപ്പോൾ സൂപ്പർ 400 ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് കടന്നാലാണ് ഇനി അടുത്ത 450 റേഞ്ച് കടന്നാലാണ് ഇനി അടുത്ത മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പം അത് നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് പ്ലാൻ ചെയ്തോളൂ. സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹൈ റിസ്ക് ആണ്. സെൻസെക്സ് അത്രയും ഫണ്ടും അത്ര എക്സ്പീരിയൻസിനും മാത്രം സെൻസെക്സ് നോക്കിയാൽ മതി. കാരണം സെൻസെക്സ് ഭയങ്കര റിസ്ക്കാണ്. സെൻസെക്സിൽ സെല്ല് ചെയ്യാനായിട്ട് ചെറിയ ഔട്ട് ഓഫ് ദ മണിക്ക് ഫോക്കസ് ചെയ്യാൻ മാത്രം. അതിനും കൂടുതലൊന്നും സെൻസെക്സിൽ നോക്കണ്ട. കോൾ ഓപ്ഷൻ കണ്ടില്ലേ? കോൾ ഓപ്ഷൻ ഇന്ന് 100 റേഞ്ച് വരെ പോയതാണ് 300 കോൾ ഓപ്ഷൻ. അതിനുശേഷം 590 600 റേഞ്ച് വരെ എത്തി. ഇനിയിപ്പോ ഇന്നിപ്പോഴത്തൊരു പോസിബിലിറ്റി വെച്ചിട്ട് 380 മാർക്കറ്റിന് പോസിബിലിറ്റി വെച്ച് 1000 വരെ പോവാനും ചാൻസ് ഉണ്ട്. കാരണം 74,300 എന്നുള്ളത് 75,300 ആയി കഴിഞ്ഞാൽ വെച്ചെങ്കിൽ ഇത് 1000 1200 വരെയൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ അതിന് ഓരോ ഫർദർ മൂവ്മെന്റ് വെച്ചിട്ട് പോകുള്ളൂ കേട്ടോ. ഈ സെൻസസ് ആയ കാരണം ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം ഇത് കണ്ടില്ലേ, ഒറ്റ രീതിയിൽ ഇത്രയ്ക്ക് പോയ സ്ഥിതിക്ക് അതേപോലെ ഇത് ഇവിടുന്ന് ഇതിന് ഫില്ല് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ കറക്റ്റായി എടുക്കണമെന്ന് വെച്ചെങ്കിൽ ഫണ്ട് വേണം, ക്യാച്ച് ചെയ്യാനുള്ള കഴിവ് വേണം കേട്ടോ. നമുക്കതിനേക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താ പറയുക, 74,900 കോൾ ഓപ്ഷൻ മൂവ്മെന്റ് ഒന്നും ഇല്ല എന്ന് തോന്നുന്ന നാളെ കാര്യങ്ങളാണെന്ന് വെച്ചെങ്കിൽ ഇതിനെ സെല് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പഠിക്കുക. അതുപോലെ തന്നെ 74,000 പുട്ട് ഓപ്ഷൻ ഇതിന് നോക്കിയിട്ട് സെല് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ 100 പോയിന്റ് ഒക്കെ എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ചാൻസ് ഉണ്ടാവും. അത് ഹെഡ്ജ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. അതിനും കൂടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട് വെച്ചെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ സെൻസെക്സ് ആരും പുതിയതായി വരുന്നവർ ചെയ്യണ്ട. ഇതൊക്കെ 0 to ഹീറോ ആണെങ്കിൽ 74,900 0 to ഹീറോ ഒക്കെ ആവണം വെച്ചെങ്കിൽ മാർക്കറ്റ് 1000 പോയിന്റ് കടന്നാൽ 1000 1200 അങ്ങനെയൊക്കെ പോയിന്റ് കിടക്കണം. എന്നാലും ഇതിനൊക്കെ പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കെയർ ചെയ്തോളൂ. കാരണം 74,900 നാളെ ഈ 114 കിട്ടണമെങ്കിൽ എത്രയാണെന്ന് അറിയാം. മാർക്കറ്റ് 75,000 ആവുന്നു. അപ്പൊ എത്ര പോയിന്റ് കയറണം? 700 പോയിന്റ് നാളെ പ്ലസ് ആയാൽ മാത്രമാണ് ഈ ഫണ്ട് കിട്ടുള്ളൂ. അപ്പൊ ഇത് സെല്ല് ചെയ്തവർക്ക് ഇതിന് പ്രോബിലിറ്റി ഒക്കെ കൂടുതലാണ്. അപ്പൊ ഇത് സെല്ല് ചെയ്യണവര് ഇത് സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ കേട്ടാ. പിന്നെ സെൻസസ് ആണ് 1000 പോയിന്റ് എന്നൊക്കെ പറഞ്ഞ സെൻസസിന് അത്ര വലിയൊരു കാര്യമില്ല. അപ്പോൾ നല്ല ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ സെൻസസിന് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ പുട്ട് ഓപ്ഷൻ്റെ കാര്യമില്ലാതെ നമുക്ക് എന്തെങ്കിലും ബാഡ് ന്യൂസോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് 500 പോയിന്റ് തന്നു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ചേഞ്ച് ആവും. അപ്പോഴും ഇതേട്ടാ 74,000 പുട്ട് ഓപ്ഷനില്ലേ, ഇപ്പൊ 74,350. അപ്പൊ 350 പ്ലസ് ഇപ്പോൾ ഇതൊക്കെ ടൈം വാല്യൂ ആണ് കേട്ടാ. 74,000 140 രൂപ കിട്ടണമെങ്കിൽ എത്രയാണെന്ന് അറിയോ? 73,860 രൂപയിൽ മാർക്കറ്റ് അവസാനിക്കണം. അതായത് ഇന്ന് ഇപ്പൊ നിൽക്കണേറ്റ് 450 പോയിന്റെങ്കിലും മിനിമം നാളെ നിഫ്റ്റി സെൻസെക്സ് ഇടിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ആരെങ്കിലും ഈ പുട്ട് ഓപ്ഷൻ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ക്യാഷ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അത് ഈ ക്യാഷ് കിട്ടാ.
അതിൻ്റെ ഇടയിൽ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് 300-ലേക്കൊക്കെ പോവും, 250-300-ലേക്കൊക്കെ പോവും. അങ്ങനെ തിരിച്ച് വന്ന് കഴിഞ്ഞാലത്തെ ഒരു അവസ്ഥയെ പറയണം കേട്ടോ. അല്ലെങ്കിൽ ഒന്നും ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഔട്ട് ഓഫ് ദ മണി 2 സൈഡ് എടുക്കുമ്പോൾ നല്ല കയറിയിട്ട് എടുക്കണം. അതായത് എൻട്രി എടുക്കുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, ടാർഗറ്റ് ആയി കഴിഞ്ഞ് നിർത്തുക. അത്ര സ്പീഡും അത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം സെൻസെക്സിൽ ഫോക്കസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സെല്ലിങ്കാർക്ക് പറഞ്ഞിട്ടുള്ള പാക്കേജുകളൊന്ന് ഇതൊക്കെ സെല്ലിങ് അതിലത് ഫണ്ട് ഉണ്ടാവണം കയ്യിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിലയിരുത്തലുകൾ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് മാർക്കറ്റിനെ സമീപിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ.